Recording in progress. Happy evening, my dear friends. Happy evening. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ആർക്കെങ്കിലും ഒക്കെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഓൺ ചെയ്യാൻ കഴിയാവുന്നവർ ഒന്ന് ഓൺ ചെയ്യാമോ? കാരണം നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ കഴിയുന്നവർ ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് നിങ്ങളെ കണ്ട് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് എൻ ഇന്ററാക്റ്റീവ് സെഷൻ. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. പിന്നെ ജസ്റ്റ് വന്നവർ പ്ലീസ് നിങ്ങളുടെ ജസ്റ്റ് പേരും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ പ്ലീസ് ചാറ്റ് ബോക്സിൽ. അപ്പൊ നിങ്ങൾ എന്തെയാണ്, ഏത് കാറ്റഗറിയാണ് എന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ എന്റെ സൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. എന്റെ സൗണ്ട് ക്ലിയർ ആണോ? It's clear, sir. താങ്ക് യു. Thank you, sir. അപ്പൊ ഈ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിരിക്കുന്നവർ ജസ്റ്റ് പ്ലീസ് നിങ്ങളുടെ പേര്, ജസ്റ്റ് പേര് ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അത് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി എന്ന് എഴുതിയാൽ മതി, പി ജി ആണെങ്കിൽ പി ജി എന്ന് എഴുതിയാൽ മതി. ഇനി അതിന് താഴെയാണെങ്കിൽ അതിന് താഴെ. ജസ്റ്റ് എനിക്കൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എന്റെ മുൻപിലിരിക്കുന്ന പാർട്ടിസിപ്പൻസ് ഏത് ടൈപ്പാണ്, അതിനനുസരിച്ച് എനിക്ക് മൊഡ്യൂൾ സംസാരിക്കാൻ വേണ്ടിയാണ്. യെസ്. Abdul Shukur, degree. Okay, sir. Abida Sultana, MA Psychology. Fine. Only then two persons just responded, Abdul Shukur sir and Abida Sultana madam. രണ്ടുപേരാണ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ പ്ലീസ്? എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്രോഗ്രാം. ബാക്കിയുള്ളവർ പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. Sajida MMD Acupuncture, BA Psycho, Healer. Okay, fine. Prasida മേഡത്തിന്റെ ക്വാളിഫിക്കേഷൻ എഴുതിയിട്ടില്ലല്ലോ. ശ്രീജ MSc Chemistry Psychology. Thank you. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ജസ്റ്റ് നോ അബൌട്ട് ദാറ്റ്. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. വീഡിയോയിൽ വന്നാൽ നന്നായിരിക്കും. ഇനി അല്ല, നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ സജീവമായാൽ മതി. MPS എന്ന് പറയുമ്പോൾ സർ ഫുൾ ഫോം എന്താണ്? MPS അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു സർ. പറഞ്ഞോളൂ. അത് MP ഷുക്കൂറിനതാണ് എൻ്റെത്. അതാണ് നേരത്തെ റിപ്ലൈ ചെയ്തായിരുന്നു. കേട്ടില്ല, ക്ലിയർ ആയില്ല സർ, ഒന്നുകൂടി പറയാമോ? എൻ്റെ പേര് അബ്ദുൽ ഷുക്കൂർ എന്നാണ്. ഓക്കെ ഫൈൻ. You just responded. Thank you. ഇവിടുന്നാണോ? നാട്ടിൽ തന്നെയാണോ? ഇല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല. ഓക്കെ, പുറത്തുനിന്നാണോ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നത്? അതെ. താങ്ക് യു. ഇനി ആർക്കൊക്കെയാണ് ഷുക്കൂർ സാറിനെ പോലെ വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവർ വന്നാൽ നമുക്ക് നല്ല രസകരമായിട്ട് ഇങ്ങനെ നേരിൽ കണ്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എനിവേ ഞാൻ ഇനി സമയം കളയുന്നില്ല. അവർ ടൈം ഈസ് വെരി വെരി വാല്യുബിൾ. Time is very, very valuable for us. Therefore, just directly we are entering into the topic of നമ്മുടെ ടോപ്പിക് എന്താന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. ഫ്രം ലോക്കൽ ടു പ്രൊഫഷണൽ വൈറ്റ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. നമ്മൾ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ ഈ ഇരിക്കുന്നവർ, ഇപ്പൊ എന്റെ പാർട്ടിസിപ്പൻസ് ആയിരിക്കുന്ന ഞാനടക്കം 9 പേരുണ്ട്. ഈ 9 പേരില് അഥവാ നിങ്ങൾ 8 പേരും ഒരുപാട് കോഴ്സുകൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇപ്പോ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം, മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം. അതിനൊന്നും ഞാൻ അവരാരെയൊന്നും ഞാൻ ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. അത് ഓരോരുത്തരുടെ ശൈലി അനുസരിച്ച് അവരെടുത്തിട്ടുണ്ടാവും. പക്ഷേ വാട്ട് ഐ എം കമ്മിങ് ടു ടോക്ക് ഈസ്
ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേഷന്റെ ഫ്ലുവൻസിയെ കുറിച്ച്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഫ്ലുവൻസിയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ആധികാരികമായിട്ട് സംസാരിക്കുന്നതിന്റെ 15 to 20 years അഥവാ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് കൊച്ചിയിൽ കൃത്യമായിട്ട് ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ വന്ന് സാധാരണ ഓഫ്ലൈനിൽ വളരെ 10 ദിവസം കൊണ്ട്, അതായത് 60 മണിക്കൂർ പ്രോഗ്രാം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി പോയവരുടെ എണ്ണം ഒട്ടനവധിയാണ്. എത്രയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ സ്റ്റണ്ട് ആവും. അത്രയും അധികം ആളുകൾ ഈ 10 years കൊണ്ട് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ സ്റ്റുഡൻസ് വന്ന് അറ്റൻഡ് ചെയ്ത് ഫ്ലുവന്റ് ആയി പോയിട്ടുണ്ട്. സെയിം മെത്തഡോളജി, സെയിം മൊഡ്യൂളാണ് നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും പ്രോഗ്രാമായിട്ട് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മൊഡ്യൂളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇത് വെബിനാർ ആണെങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവസാനം വരെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അഥവാ യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ വെറുതെ നിങ്ങൾ എന്തെങ്കിലും ആ വാചകടിച്ച് പോകുന്നൊരു അവസ്ഥയില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒന്നാമത്തെ മൊഡ്യൂൾ അഥവാ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ മോസ്റ്റ് വാല്യുബിൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകണം ഫോർ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം ഞാൻ എന്റെ സെഷനിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്പൊ അറ്റൻഡ് ചെയ്തവർ, ഈ 8 പേരിൽ എന്റെ പാർട്ടിസിപ്പൻസിൽ ആരെങ്കിലും അഥവാ സ്പോക്കൺ ഇംഗ്ലീഷ് ഏതെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ ഒന്ന് യെസ് ആണെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യുക, നോ ആണെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യുക പ്ലീസ്. ജസ്റ്റ് ഒരു ലാസ്റ്റ് അനാലിസിസിന് വേണ്ടിയാണ്. അപ്പൊ എന്നെ അറ്റൻഡ് ചെയ്യുന്നവർ ആരും ഇതുവരെ വേറെ ആരെയും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി വെരി ഹാപ്പി ഓവർ ദാറ്റ്. അപ്പൊ ഫസ്റ്റ് ഒരു കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ വളരെ ഫ്രഷ് ആയിട്ട് എന്നെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സെഷനിലേക്ക് കിടക്കാം. ഇനി ഒട്ടും വൈകുന്നില്ല. നമ്മുടെ തീം ഇതാണ്: എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കും വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാം. ഇതാണ് നമ്മുടെ തീം. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന തീം എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രം ലോക്കൽ ടു പ്രൊഫഷണൽ വൈറ്റ് ഇംഗ്ലീഷ് ഫ്ലുവൻസ്. കാരണം നമ്മുടെ ലാംഗ്വേജ്, നിങ്ങൾ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു പ്രൊഫഷണൽ ഫ്ലുവൻറ്റ് സ്പീക്കർ ആയിട്ട് മാറും. അല്ല, നിങ്ങൾക്ക് വെബിനാർ, നിങ്ങൾക്ക് സെമിനാർ, വെബിനാർ എല്ലാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ആ രൂപത്തിലുള്ളതാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം. I'm a certified Cambridge Fluency and Accent coach, outstanding JCI India international trainer, transformations in corporate business and voice coach. ഞാൻ അവർക്ക് ആക്സെന്റ് പഠിപ്പിക്കുന്നുണ്ട്, കോർപ്പറേറ്റ്സിന് ആക്സെന്റ് അതായത് പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുന്നുണ്ട്. സർട്ടിഫൈഡ് NLP ട്രെയിനർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ്. ഇത്രയുമാണ് ഒരു ചെറിയൊരു വിവരണം എന്നെ കുറിച്ച് നടക്കാനുള്ളത്. I belong to Kochi. ഇനി നമുക്ക് നോക്കാം. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എത്രാമത്തെ എന്നുള്ളതിന്റെ ഉത്തരം അറിയാവുന്നവർ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് വരാമോ? എത്രാമത്തെ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അറിയാവുന്നവർ, ഇംഗ്ലീഷ് ഈ മലയാളത്തിന് തുല്യമായ ഇംഗ്ലീഷ് വേർഡ് അറിയാവുന്നവർ ആരെങ്കിലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരുമോ ഉത്തരവുമായി? നിങ്ങൾ പറയുന്നത് മിസ്റ്റേക്സ് വന്നോട്ടേട്ടാ, കുഴപ്പമില്ല. മിസ്റ്റേക്സിനെ കുറിച്ച് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് യു ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുത്താനുള്ള എല്ലാ അവസരവും ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലാവല്ലേ? യെസ്. ഹൗ മച്ച്, എത്രാമത്തെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടി ലിസൺ ചെയ്യുക. എത്രാമത്തെ, ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര മാത്രം, അളവാണ്. എത്ര രൂപ എന്ന അർത്ഥത്തിലാണ് ഹൗ മച്ച്. എത്രാമത്തെ. ഹു ക്യാൻ ഗിവ് മി ദ റൈറ്റ് ആൻസർ പ്ലീസ്? കം ഓൺ. എത്രാമത്തെ. And please come to your chat box please and try to give me the right answer. I just want to listen to want to know about who is. Yes. Somebody is coming to the right answer. Please come to the chat box. Even if you're making mistakes, don't worry.
നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയാലും ഡോണ്ട് വറി. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ മിസ്റ്റേക്സ് വരുത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. നമ്മൾ മിസ്റ്റേക്സിലൂടെ മാത്രമേ ഇംപ്രൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഹൗ മച്ച് കുറെ പേര് പറഞ്ഞു. ഓക്കെ നിങ്ങളുടെ റെസ്പോൺസിന് നന്ദി. ഇനി അതേപോലെ തന്നെ ഉത്തരം പറയാനേക്കുമ്പോൾ ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല. മലയാളത്തില് നമ്മൾ എപ്പോഴും ഇത് പറയേണ്ടി വരാറുണ്ട്. ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അഥവാ ആകേണ്ടതായിരുന്നു, ആകേണ്ടതായിരുന്നു ആയില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല. ഇത് ആകേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആകേണ്ടതായിരുന്നു, ചെയ്യേണ്ടതെന്നല്ല, ആകേണ്ടതായിരുന്നു പക്ഷെ ആയില്ല. ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. എന്റെ ചോദ്യം ഇതാണ്. ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം. ഈ ചോദ്യം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അതായത് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. ഉദാഹരണം, ഞാനൊരു പൈലറ്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. അങ്ങനെ ഞാൻ ഈ ചോദ്യത്തെ മാറ്റുകയാണ്. ആർക്ക് ആൻസർ പറയാം? പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. ഞാനൊരു പൈലറ്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. ഞാനൊരു പൈലറ്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. ഞാനൊരു പൈലറ്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. ഓക്കെ, ഞാൻ ആൻസേഴ്സിലേക്ക് വരുന്നു. കറക്റ്റ് ആൻസേഴ്സ്. I had to be a pilot. Fida Firoz, nice answer. Maybe a pilot, but I can't. കുഴപ്പമില്ല. ഞാൻ നമ്മുടെ സമയം പോകുന്നത് കൊണ്ട് ഞാൻ ആൻസേഴ്സിലേക്ക് വരാം. എത്രാമത്തെ എന്നുള്ളതിന്റെ ഉത്തരം ഇതാണ്. എത്രാമത്തെ, വാട്ട് ഈസ് ദ ഓർഡിനൽ നമ്പർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, മിസ്റ്റർ VD സതീശൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? അപ്പൊ നമ്മളെ അത് എങ്ങനെ ചോദിക്കുന്നു? ഒരു 10 രൂപത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്, അഥവാ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊഫഷണൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്, വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് മിസ്റ്റർ VD സതീശൻ എമംഗ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള? ഇനി അത് പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ എമംഗ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കാം. ഇനി ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചെയ്തില്ല, ഷുഡ് ഹാവ് ഡൺ. ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ വ്യക്തി ആരാണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഞാൻ ഒന്നും കൂടി നോക്കിയാൽ നേരത്തെ കണ്ടിരുന്നു. ഷുഡ് ഹാവ് ഡൺ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചെയ്തില്ല, ഷുഡ് ഹാവ് ഡൺ കറക്റ്റ് ആൻസർ ആണ്. ഞാൻ അദ്ദേഹത്തിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു മിസ്റ്റർ ഷുക്കൂർ ആണെന്ന് തോന്നുന്നു. ഇനി ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം ഇതാണ്. ഞാനൊരു പൈലറ്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. അതിന്റെ ആൻസർ ഷുഡ് ഹാവ് ബീൻ എന്നാണ്. അതിന്റെ ആൻസർ ഷുഡ് ഹാവ് ബീൻ. SHOULDHAVEBEN. ഷുഡ് ഹാവ് ബീൻ. I should have been a pilot. I should have been a pilot. I should have been an accountant. I should have been a trainer. I should have been an agricultural. I should have been an industrialist. ഷുഡ് ഹാവ് ബീൻ. ഇതിന്റെ ആൻസർ ഷുഡ് ഹാവ് ഡൺ. പൈലറ്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. അതിന്റെ ഉത്തരം ഷുഡ് ഹാവ് ബീൻ. അപ്പൊ ആൻസർ നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ സി എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞ ആൻസേഴ്സ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ സി. ഇനി ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റേഷൻ വേണമെങ്കിൽ R എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞ 2 ആൻസേഴ്സും ക്ലിയർ ആണെങ്കിൽ സി. യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അടുത്തയിലേക്ക് പോവാം. വെരി ഗുഡ്. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഇനി മൈ ക്വസ്റ്റ്യൻ ഈസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ലിസൺ, വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. കാരണം നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് ഡ്രിൽസിലേക്ക് പോകണം. നിങ്ങളെ കൊണ്ട് നമ്മുടെ ഈ സെഷൻ 1 അവറിനുള്ളിൽ കഴിയുന്നതിനുള്ളിൽ ഇവിടെ വന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ കുറെ പ്രാക്ടിക്കൽ ഡ്രിൽസിലേക്ക് പോവാം. അപ്പൊ മൈ ക്വസ്റ്റ്യൻ ഈസ്, അഥവാ വാട്ട് ഈസ് ഫ്ലുവൻസി എന്ന് ചോദിച്ചാൽ എല്ലാവരും, ഞാൻ നിങ്ങളെ കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. പക്ഷെ കുറെ സമയം പോകുന്നത് കൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. ഉത്തരം ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലുവൻസി ഈസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് യുവർ തോട്ട്സ് ക്ലിയർലി, കോൺഫിഡന്റ്ലി, നാച്ചുറലി, വിതൗട്ട് unnecessary pauses or hesitation. മാക്മില്ലൻ ഡിക്ഷണറി ഓഫ് റൂട്ട് വേർഡ്സിൽ നിന്ന് എടുത്തതാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിക്ഷണറിയാണ് മാക്മില്ലൻ റൂട്ട് വേർഡ്സ് ഡിക്ഷണറി. ഞാൻ അതിന്റെ പ്രത്യേകതയ്ക്ക് അവസാനം പറയാം. മാക്മില്ലൻ ഡിക്ഷണറി ഓഫ് റൂട്ട് വേർഡ്സ്.
അതായത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായ വാക്കുകളുടെ റൂട്ട് വേർഡ്സ് അടങ്ങുന്ന ഡിക്ഷണറിയാണ് മാക്മില്ലൻ ഡിക്ഷണറി ഓഫ് റൂട്ട് വേർഡ്സ്. അതിന്റെ പ്രത്യേകത, അതിന്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാം നിങ്ങൾക്ക്. അപ്പൊ എന്താണ് ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇനി ഫ്ലുവൻസി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് ഐ എം എക്സ്പ്രസിംഗ് എവറിഥിങ് ഇൻ ക്ലിയർ കട്ട് മലയാളം, ഇൻ ക്ലിയർ കട്ട് മലയാളം ലാംഗ്വേജ്. നമ്മൾ ഇത് ഫസ്റ്റ് അഥവാ പ്രോഗ്രാം ആയതുകൊണ്ടാണ്, നമ്മുടെ പ്രസന്റേഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഐ എം എക്സ്പ്രസിംഗ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ബി കെയർഫുൾ. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് എന്താ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ? ഫ്ലുവൻസി ഈസ് എബിലിറ്റി ടു എക്സ്പ്രസ് യുവർ തോട്ട്സ് ക്ലിയർലി. നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്തകളെ വ്യക്തമായി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയണം. കോൺഫിഡന്റ്ലി, ആത്മവിശ്വാസത്തോടു കൂടി പ്രകടിപ്പിക്കാൻ കഴിയണം. ആൻഡ് നാച്ചുറലി, ഇങ്ങനെ സ്വാഭാവികമായും നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയണം. വിതൗട്ട് അൺനെസസറി പോസസ് ഓർ ഹെസിറ്റേഷൻ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായ ഇങ്ങനെ പോസസ്, അനാവശ്യമായ നിർത്തലുകൾ ഇല്ലാതെ, അഥവാ ഇത് നമുക്ക് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ, ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് തെറ്റു പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നമാണ് നമ്മൾ മലയാളികളായ നമ്മളെ ഫ്രണ്ട്സിനുള്ളത്, നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനുള്ളത്. അയ്യോ ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടാതെ പോയാലോ, ഇങ്ങനെയുള്ള കുറെ പ്രശ്നം, ഹെസിറ്റേഷൻ. അപ്പൊ ഇംഗ്ലീഷിന്റെ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അഥവാ മിസ്റ്റേക്സ് വരാം, ഹെസിറ്റേഷൻസ് ഉണ്ടാകാം, ചിലപ്പോൾ എല്ലാം പെട്ടെന്ന് നിർത്തിയെന്ന് വന്നേക്കാം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ്, ഇതിനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആകുമ്പോഴാണ് ഫ്ലുവൻസി സാധ്യമാകുന്നത്. എന്താണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഈ പോയിന്റ് ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സി എന്ന് പറയുക. എന്താ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ആശയത്തെ ക്ലിയർ കട്ടായി, ക്രിസ്റ്റൽ ക്ലിയർ, നിങ്ങളുടെ ആശയത്തെ ഗംഭീരമായി അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ആത്മവിശ്വാസത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിയണം. ഇനി സ്വാഭാവികമായി അവതരിപ്പിക്കാൻ കഴിയണം. സ്വാഭാവികത എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അഥവാ നാച്ചുറൽ. നമ്മൾ മലയാളം പറയുമ്പോൾ അതേ ഒഴുക്കോടുകൂടി വരുന്നില്ലേ? അതേ ഒഴുക്കോടുകൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയണം. Naturally, without unnecessary pauses or hesitation, according to Macmillan Dictionary of Root Words. ഞാൻ പറഞ്ഞ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ് ആൻഡ് റൈറ്റ് സി. ഇനി ഞാൻ പറയുന്നത് എന്തെങ്കിലും റിപ്പീറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ, ആർ എന്ന് എഴുതിയാൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. റിപ്പീറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ എന്ന് റിപ്പീറ്റ് എഴുതാം. ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ആൻഡ് എന്തൂസിയാസ്റ്റിക്. കാരണം നിങ്ങൾ ഇവിടെ വരുന്ന ഈ ടൈം വെരി വെരി വാല്യുബിൾ ആണ്. കാരണം ഞാൻ ആ സമയത്തിന് വാല്യൂ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഓപ്പൺലി കം ടു ദ ചാറ്റ് ബോക്സ് ആൻഡ് ആസ്ക് മീ. ഐ എം റെഡി ടു ഗിവ് യു ദ റൈറ്റ് ആൻസർ പ്ലീസ്. വെരി ഗുഡ് ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ആൻഡ് ഫോർ യുവർ റെസ്പോൺസ്. ഇനി നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നേക്കുമ്പോൾ എന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. ചില വ്യക്തികൾ വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആകുന്നു, ചിലവർ കുറെ സമയമെടുത്താണ് സക്സസ് ആകുന്നത്. എന്താ കാരണം? ആർക്ക് പറയാം? പ്ലീസ് കം ടു ദ ചാറ്റ്. നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് വന്നാൽ മതി. ചാറ്റ് ബോക്സ് നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഇനി അൺമ്യൂട്ട് ചെയ്ത് പറയാൻ എങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വന്നാൽ മതി. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചില വ്യക്തികൾ വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആകാറുണ്ട്, അഥവാ ചിലവർ കുറെ സമയമെടുത്തേ സക്സസ്ഫുൾ ആകുന്നുള്ളൂ. എന്താ കാരണം? ആർക്ക് പറയാം? Who can give me the right answer, please? Am I expecting a right answer from you, my dear friends? ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു റൈറ്റ് ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നു. പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്, പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. മീനിങ് അറിയില്ല എന്ന് പറയാൻ ക്ലിയർ ആയില്ല. ഹാർഡ് വർക്കിംഗ് പ്ലസ് കോൺഫിഡൻസ്. വെരി ഗുഡ്. മീനിങ് അറിയില്ല എന്ന് പറഞ്ഞ ഇതിന്റെ സക്സസിന്റെ മീനിങ് അറിയില്ല എന്നാണോ, അല്ലെങ്കിൽ ഈ എഴുതിയ സെന്റൻസിന്റെ മീനിങ് അറിയില്ല എന്നാണോ? എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, ഹാർഡ് വർക്കിംഗ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് ഫിദ ഫിറോസ് മാഡം എഴുതിയിരിക്കുന്നു. യെസ്. ഫിയർ ടു ഫേസ്, MPS മിസ്റ്റർ ഷുക്കൂർ സർ എഴുതിയിരിക്കുന്നു. ഫിയർ ടു ഫേസ്. ആർക്ക് പറയാം? യെസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ജയലക്ഷ്മി മാഡം, വെരി ഗുഡ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് പറയുന്നു. ഇനി എന്താണ് നിങ്ങൾ ആൻസേഴ്സ് ഇങ്ങനെ പോരട്ടെ, 1 by 1. വേർഡ്സ്, വാക്കുകൾ.
please come to the chat box and give out the right answer, please. I'm expecting the right answer from you, my dear friends. നിങ്ങളിൽ നിന്ന് യഥാർത്ഥ ആൻസേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും ഞാൻ ഇതിലേക്ക് അഥവാ ഫിയർ നോട്ട് കോൺഫിഡൻസ് സാജിദ മാം പറയുന്നു യെസ്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്സ്, ഞാൻ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞ പിന്നെ വീണ്ടും അത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുസ്തകത്തെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. അവസാനം ഞാൻ പുസ്തകത്തെ കുറിച്ച് പറയാം. ആൻസർ ഈസ് ദ ചോയ്സ് ഓഫ് ഹാബിറ്റ് ആണ്. നിങ്ങളുടെ സ്വഭാവശീലമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സ്വഭാവശീലമാണ്. നിങ്ങളുടെ സ്വഭാവശീലം പോസിറ്റീവ് ആണെങ്കിൽ, നിങ്ങളുടെ ഹാബിറ്റ്സ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും സക്സസ് വളരെ പെട്ടെന്നായിരിക്കും. ഇനി ഹാബിറ്റ്സ് വളരെ മോശമാണെങ്കിൽ, ഹാബിച്വൽ ആക്ഷൻ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി ഹാബിറ്റ്സ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ സക്സസിന് സമയമെടുക്കും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന NLP പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. അഥവാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന NLP ബുക്ക് സ്പീക്സ് അബൌട്ട് ദാറ്റ്. എന്താണ്? ചോയ്സ് ഓഫ് ഹാബിറ്റ്. നിങ്ങളുടെ സ്വഭാവശീലം, നമ്മളെല്ലാം സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റ്സ് ഇല്ലേ, നാം സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റ്സ് ഇല്ലേ, സ്വഭാവശീലം. ഈ സ്വഭാവശീലമാണ് നമ്മുടെ സക്സസിനെ നിർണ്ണയിക്കുന്നത് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ബുക്സ് നമ്മോട് സംസാരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു, നമ്മുടെ ലാംഗ്വേജിലേക്ക് കിടക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു സാധാരണ വ്യക്തി, ഞാനിപ്പോ ബേസിക് ലെവലിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് അഥവാ ഒന്നാമത്തെ ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഒരു സാധാരണ വ്യക്തിക്ക് അഥവാ ഒരു വ്യക്തിക്ക് അഥവാ എങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാം എന്നുള്ളതിന്റെ ഒരു സൊല്യൂഷനിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഈസ് മൈ 20 years ഓഫ് മൈ റിസർച്ച്. 20 വർഷത്തെ റിസർച്ചിന്റെ അഥവാ എന്റെ ചില സൊല്യൂഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. കോണ്ടന്റ് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഫ്ലുവന്റ് ആകാൻ 3 സാധനമാണ് വേണ്ടത്. ഒന്ന് ഐഡിയാസ്, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, നിങ്ങളുടെ ഐഡിയാസിലുള്ള വ്യക്തത അല്ലെങ്കിൽ ചിന്തയിലുള്ള വ്യക്തത. സൗണ്ട് കോൺഫിഡൻസ്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം. 3 നാച്ചുറൽ ഫ്ലോ. മലയാളം പറയുന്നത് പോലെ ഇംഗ്ലീഷ്, when you speak of the English language, it is coming out one after another. ഇങ്ങനെ മലയാളം പറയുന്നത് പോലെ ഇങ്ങനെ ആ ഫ്ലോയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. മലയാളം സംസാരിക്കുന്ന പോലെ ആ ഫ്ലോയിലൂടെ, അതിനെയാണ് നാച്ചുറൽ ഫ്ലോ എന്ന് പറയുന്നത്. ഈ 3 സാധനമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലുവൻസി ഈസ് എൻഷുവേർഡ്. ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. 3 സാധനം മതി നിങ്ങൾക്ക് ഫ്ലുവന്റ് ആക്കാൻ. ഒന്ന് വേണ്ടത് എന്താണ്? നിങ്ങൾ പറയുന്ന കാര്യത്തിലുള്ള വ്യക്തത. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം, 1 മിനിറ്റ് സംസാരിക്കണം എന്ന് വിചാരിക്കാം. ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലുവൻസി എൻഷുവർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്പർ 2, നിങ്ങൾക്ക് അഥവാ മിസ്റ്റേക്സോടുകൂടി, തെറ്റാണെങ്കിലും അഥവാ ആത്മവിശ്വാസത്തോടുകൂടി പറയാനുള്ള ആത്മവിശ്വാസം. തെറ്റാണെങ്കിലും അത് പറയാനുള്ള ആത്മവിശ്വാസം. ഇതിന്റെ പേരാണ് സൗണ്ട് കോൺഫിഡൻസ്. 3ാമത് നാച്ചുറൽ ഫ്ലോ. ഈ നാച്ചുറൽ ഫ്ലോ വരുന്നത് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെയാണ്. ഇതാണ് നമുക്ക് ഫ്ലുവന്റ് ആകാൻ വേണ്ട 3 സാധനം. ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഥവാ മനസ്സിലായെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചാറ്റ് ബോക്സിലേക്ക് വരാം. C for clarity, and R for repetition. എന്തെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ R എന്ന് എഴുതുക. ഇനി ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി വന്നെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ C എന്ന് എഴുതുക. If you have the clarity, you can just write C. You can type here C. MPS ഒരാൾ അതിൽ റിപ്പീറ്റേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പറയുന്നത് ശ്രദ്ധാപൂർവ്വം ഒന്നുകൂടി കേട്ടിരിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 3 സാധനമാണ്. ഞാൻ പറയുന്നത് പ്രൈമറി ലെവലിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു സാധാരണക്കാരന്. 1, നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന വിഷയം ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണെന്ന് വിചാരിക്കാം. ആ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഐഡിയാസും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ വിഷയത്തെ കുറിച്ച് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അതാണ് 1ാമത്തെ പോയിന്റ്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ്? എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം? കമ്മ്യൂണിക്കേഷനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തെല്ലാമാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയാസിന്റെ പേരാണ് ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഓർ ഐഡിയാസ്. പോയിന്റ് 1. പോയിന്റ് 2, സൗണ്ട് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. മിസ്റ്റേക്സ് ആണെങ്കിലും തെറ്റാണെങ്കിലും പറയാനുള്ള ആത്മവിശ്വാസമാണ് നിങ്ങൾ ആദ്യം ഉണ്ടാകേണ്ടത്. നമ്മുടെ മലയാളികൾക്ക്, നമുക്കൊക്കെ ഇല്ലാത്തതും അത് തന്നെയാണ്. അയ്യോ, ഞാനിപ്പോ മിസ്റ്റേക്സ് വന്നാൽ ആളുകൾ എന്താ വിചാരിക്കുക? കടാ,
എന്റെ മിസ്റ്റേക്സ് ആളുകൾ ഇപ്പൊ എങ്ങനെ എടുക്കുക അത്? കാരണം ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത്, രണ്ടാമത് വേണ്ടത് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആത്മവിശ്വാസം ഫോർ വാട്ട്? കോൺഫിഡൻസ് ഫോർ വാട്ട്? കോൺഫിഡൻസ് ടു മേക്ക് മിസ്റ്റേക്സ്. കോൺഫിഡൻസ് ടു മേക്ക് മിസ്റ്റേക്സ്. നമ്പർ 3, നാച്ചുറൽ ഫ്ലോ. നമ്മുടെ മലയാളം പറയുന്നത് പോലെ അതേ ഫ്ലോയിലൂടെ നമുക്ക് സംസാരിക്കാൻ കഴിയണം. ഈ 3 സാധനങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആ വ്യക്തി ഫ്ലുവന്റ് ആണ് എന്ന് പറയുന്നത്. ആ വ്യക്തി ഫ്ലുവന്റ് ആണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ലെവലിലേക്ക് പോകാം. ഏതെല്ലാമാണ് ഞാൻ പറഞ്ഞ 3 ലെവൽ? ഇംഗ്ലീഷിലെ ആകെ 3 ലെവൽസ് മാത്രമേ ഇതുവരെ ആധികാരികമായി വിശകലനം ചെയ്തിട്ടുള്ളൂ. പുസ്തകങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചുറ്റും പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട്. പുസ്തകങ്ങളൊക്കെ കാണിക്കാം, പിന്നീട് കാണിക്കാം, വരുന്ന ഇത് കാണിക്കാം, അല്ലെങ്കിൽ അവസാനം കാണിക്കാം. 3 ലെവൽ. ഒന്ന്, നമ്മൾ സാധാരണ ലോക്കൽ ലെവലിൽ നിന്ന് സംസാരിച്ച് അത് ബ്രോക്കൺ ഇംഗ്ലീഷിലേക്ക് എത്തണം. ആദ്യം നമ്മൾ പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. ആദ്യം സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ കിട്ടൂല. ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് സംസാരിക്കുന്നതാണ് ലെവൽ 1. ഒപ്പിച്ച് സംസാരിക്കുന്നതിന്റെ പേരാണ് ലെവൽ 1. നമ്മൾ മലയാളം എങ്ങനെയാ സംസാരിച്ചത്? മാതൃഭാഷ ഇംപ്രൂവ് ചെയ്തത് എങ്ങനെയാ? ആദ്യം തന്നെ നമ്മൾ 1 വയസ്സ് 1.5 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ മലയാളം സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ വളരെ കൃത്യതയോടുകൂടിയാണോ മലയാളം സംസാരിച്ചത്? ഇല്ല. നമ്മൾ മലയാളം അഥവാ ബ്രോക്കൺ, ചില വാക്കുകൾ ശരിയായി, ചില വാക്കുകൾ തെറ്റായി, ബ്രോക്കൺ മലയാളമായിരുന്നു നമ്മുടെ. അപ്പൊ ഇതുപോലെ ബ്രോക്കൺ ഇംഗ്ലീഷ്, ആ ബ്രോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ തെറ്റ് പറഞ്ഞു മാത്രമേ നിങ്ങൾ രണ്ടാമത്തെ ലെവലിലേക്ക് പോകൂ. തെറ്റുകൾ നമ്മുടെ സ്കൂളിലും കോളേജുകളിലും എന്താ സംഭവിച്ചത്? നമ്മൾ മിസ്റ്റേക്സ് വരുത്താൻ സമ്മതിച്ചില്ല അവർ. ഞാൻ അവരെ I'm not finding fault with them. I'm sorry. My dear friends, I'm sorry to say the fact that I'm not finding fault with the professors and our former teachers. അവരെ കുറ്റപ്പെടുത്തില്ല, സിസ്റ്റം അനുവദിച്ചില്ല. അവരെ കുറ്റപ്പെടുത്തേണ്ട നമ്മൾ. അവരെ പഠിപ്പിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരെ അനുവദിച്ചില്ല. എന്താണ്? മിസ്റ്റേക്സ് വരുത്താൻ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടായില്ല. രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? കൊളോക്കിയൽ ടു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പൊ ബ്രോക്കൺ ഇംഗ്ലീഷ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുറച്ചുകൂടി ഒന്നും കൂടിയൊക്കെ സംസാരിക്കാവുന്ന ഒരു സ്റ്റേജായി. അപ്പൊ കൊളോക്കിയൽ സ്റ്റേജ്. ആ കൊളോക്കിയൽ സ്റ്റേജിനെ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യുന്ന സ്റ്റേജിന്റെ പേരാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്റ്റേജ്. ഇതാണ് സെക്കൻഡ് ലെവൽ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇതാണ് സെക്കൻഡ് ലെവൽ. ഇനി തേർഡ് ലെവൽ എന്താ? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിന്നും നിങ്ങൾ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിലേക്ക് പോകും. കണ്ട, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടോപ്പിക് കിട്ടിയാൽ ഒരുവിധം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും, ഒരുവിധം നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോഴേക്കും പേടി മാറിയിട്ടുണ്ടാകും, വാക്കുകൾ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ എന്നാലും നിങ്ങൾ ഒരു പൂർണ്ണരല്ല, ഒരു പരിപൂർണമായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവില്ല. ആ പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്, പരിപൂർണത എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ്സ് ഉണ്ട്. ആ പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മൾ പ്രൊഫഷണൽ ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോഴാണ്. അതിന് 3 പേരുണ്ട് ഇതിന്. എന്താണ്? അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്, ക്ലാസിക്കൽ ഇംഗ്ലീഷ്, പ്രൊഫഷണൽ ഇംഗ്ലീഷ്. 3ഉം ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് 3 ലെവൽ. ഇതിൽ ഏത് ലെവലിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അല്ലേ? നിങ്ങളുടെ ലെവൽ 1 കവർ ചെയ്തു. ഇപ്പൊ നമ്മുടെ സെഷനിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ സ്റ്റുഡൻസിനെ കൊണ്ട് വെറുതെ മിസ്റ്റേക്സ് തന്നെ വരുത്തിക്കുകയാണ് ഞാൻ ചെയ്യുക. അവരെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെ ചറപറ ബ്ലാ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുത്തും. കുറച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നും, ഇല്ല ഇത് ഞാൻ ഇങ്ങനെ പറയെങ്കിലും ശരിയായി വരുന്നുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറയും, സർ ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ടല്ലേ എന്ന് പറയാറുണ്ട്, ചോദിക്കാറുണ്ട് സ്റ്റുഡൻസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ ഇസ് ദ ലോക്കൽ ടു ബ്രോക്കൺ ഇംഗ്ലീഷ്. സെക്കൻഡ് ലെവൽ ഏതാണ്? കൊളോക്കിയൽ ടു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. മൂന്നാമത്തെ ലെവൽ ഏതാണ്? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടു അഡ്വാൻസ് ഓർ ക്ലാസിക്കൽ ഓർ പ്രൊഫഷണൽ ഇംഗ്ലീഷ്. ഇതാണ് ലെവൽ 3 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അഥവാ നിങ്ങളോട് ഞാൻ പറയുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏത് ലെവൽ മാത്രമാണ്? ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെവൽ 1 ഓൺലി. കാരണം ലെവൽ 2 ലെവൽ 3 നമ്മുടെ അടുത്ത സെഷനിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ലെവൽ 1. ഇനി എന്താ ലെവൽ 1ന്റെ പ്രത്യേകത? ലെവൽ 1 അറ്റൻഡ് ചെയ്യുന്ന, എന്റെ ലെവൽ 1 അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് പറയാം. ഒന്ന്, അവർക്ക് ഒരു സീറോ കോൺഫിഡൻസ് ഞാൻ പറയാറില്ല അവര്. കാരണം സീറോ കോൺഫിഡൻസ് ഉള്ളവർ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യില്ല.
അപ്പൊ ഒരു പെർസെന്റേജ് കോൺഫിഡൻസിൽ നിന്നും 99% വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന സ്റ്റേജിൽ എത്തുന്നവർ ആയിത്തീരാറുണ്ട്. അവര് ഞാൻ മാറ്റിമറിക്കാറുണ്ട്. അതായത് ആദ്യം ഇംഗ്ലീഷ് പറയാനായിട്ട് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല, പക്ഷേ ആ സ്റ്റേജ് കവർ ചെയ്യുന്നതിനുള്ളിൽ അവർ ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ടാകും. അതെങ്ങനെയാണെന്നുള്ളതിന്റെ അഥവാ സൊല്യൂഷൻസ് ഇതിന് ശേഷം വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ലെവൽ അറ്റൻഡ് ചെയ്യുന്ന ആ സ്റ്റുഡൻസിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവർ ട്രാൻസ്ഫോംഡ് ആയിരിക്കും. അവർക്ക് മാറ്റങ്ങൾ, ഗംഭീരമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടാകും. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ 1%, ജസ്റ്റ് 1% ഗ്രാമർ മതി. 99% പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നമുക്ക് 99% പ്രാക്ടീസ് ആണ് വേണ്ടത്. ഇനി തേർഡ് വൺ, ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്സ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഒന്നാമത്തെ ലെവൽ സ്റ്റേജ് 1 അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങളുടെ കഴിവിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളെല്ലാം യുണീക്കാണ്. every human being is unique. Every child is born as kings and princes, and both the teachers and the parents confine them to the nearby waterless tanks. ആരാണ്? എറിക് ബോണിന്റെ വാക്കുകളാ. എറിക് ബോൺ എന്ന പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞന്റെ വാക്കുകളാ. ഓരോ കുട്ടിയും രാജാവും രാജ്ഞിയുമായിട്ട് ജനിക്കുന്നു. പക്ഷേ മാതാപിതാക്കളും അധ്യാപകരും ചേർന്നുകൊണ്ട് ആ രാജാവിനെയും രാജ്ഞിയെയും തൊട്ടടുത്തുള്ള പൊട്ടക്കുളത്തിലെ അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവളകളാക്കി നാം അവരെ ചുരുക്കുന്നു. എന്റെ വാക്കല്ല, ഡോക്ടർ എറിക് ബോണിന്റെ വാക്കാണ്. എന്താ സംഭവം? നാം അവരെ കഴിവ് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അറിയാലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മൈ ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ വീക്ക്നെസ്സസിലേക്കല്ല. എല്ലാവർക്കും വീക്ക്നെസ്സസ് ഉണ്ട്. ഈ പറയുന്ന എനിക്ക് അഥവാ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്, ലോകത്തിലെ എല്ലാവർക്കും സ്ട്രെങ്ത്തും വീക്ക്നെസ്സസും ഉണ്ട്. ഞാൻ നിങ്ങളുടെ സ്ട്രെങ്ത്തും ഞാൻ ചോദിക്കുന്നില്ല ഇപ്പോൾ നമ്മളെ സമയം, കാരണം നമുക്ക് ഡ്രിൽസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. നാലാമത്തത്, ഈ സ്റ്റേജിൽ ഞാൻ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ലിസണിങ് ആണ്. കാരണം നമ്മുടെ സ്കൂളിലും കോളേജിലും നിങ്ങൾക്ക് ലിസണിങ് കിട്ടിയിട്ടില്ല. ലിസണിങ് ഇസ് എ ഫൗണ്ടേഷൻ. ഡിയർ ഫ്രണ്ട്സ്, ലിസണിങ് ഇസ് ദ കോർ. ലിസണിങ് ഇസ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഫ്ലുവൻസി ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിന്റെ ഫ്ലുവൻസിയുടെ അഥവാ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലിസണിങ്, ലിസണിങ്, ലിസണിങ്. നമുക്കറിയാം, ഈ IELTS-നൊക്കെ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് IELTS-ന് വേണ്ടി സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിന്റെ അവരെല്ലാ പേപ്പറും പാസ്സാവും, പക്ഷേ ലിസണിങ് എന്നുള്ള ടോപ്പിക് പാസ്സാവില്ല, ലിസണിങ് എന്നുള്ള മൊഡ്യൂൾ പാസ്സാവില്ല. ഭയങ്കര പ്രയാസ. എന്താ? കാരണം ലിസണിങ് നമ്മൾ ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ വിശകലനങ്ങളിലേക്ക് പിന്നീട് നമുക്ക് പോവാം. അപ്പൊ ലിസണിങ് ഈസ് എ കീ. ഇനി നമ്പർ 5, സ്ട്രോങ് ഓർ സൂപ്പർ മെമ്മറി. എന്താ നമ്മുടെ ആളുകളുടെ ഒരു വലിയ പ്രശ്നം? ഇപ്പൊ ഒരു വലിയ പ്രശ്നം എന്താ? നമ്മുടെ ആളുകൾക്ക് മെമ്മറി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആളുകളുടെ മെമ്മറി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിലുള്ള, നിങ്ങളുടെ തലച്ചോറിലുള്ള വാക്കുകൾ കൃത്യസമയത്ത് നാവിൻ തുമ്പിലേക്ക് ഒഴുകി അതിനെ കമ്മ്യൂണിക്കേഷനായി കൺഫോം ചെയ്യുന്ന പ്രോസസ് യഥാർത്ഥത്തിൽ ആക്റ്റീവ് അല്ല, പാസീവാണ്. അതിന്റെ മനഃശാസ്ത്രം നമുക്ക് പിന്നീട് പറയാം. നമുക്കറിയാം, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒക്കെ പറയേണ്ടി വരും അതിനെക്കുറിച്ച്. ന്യൂറോ പാത്വേ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അഥവാ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ് അതിന് സാധ്യമാകുന്നത്. ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോ പാത്വേ, അതൊന്നും നമ്മൾ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേജിൽ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാൻ വെറും 250 വാക്കുകൾ മാത്രം മതി. ഇതെന്റെ റിസർച്ചാണ്. ഞാൻ എന്റെ സ്റ്റുഡൻസിനെ ഫ്ലുവന്റ് ആക്കുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ആധികാരികമായിട്ട് അത് പറയാൻ പറ്റും. എനിക്ക് ആധികാരികമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ പറ്റും. ജസ്റ്റ് 250 വേർഡ്സ്. പക്ഷേ മെമ്മറി പവർ കൂടി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ ഒന്നാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകത. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അത് നിങ്ങളുടെ പ്രത്യേകതയല്ല, ഞങ്ങളുടെ പ്രത്യേകതയാണ്. മാസ്റ്റർ മെന്റേഴ്സ്. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന മെന്റേഴ്സിന്റെ പ്രത്യേകതകൾ, ആ മെന്റേഴ്സിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് നിങ്ങളിലും മാറ്റങ്ങൾ വരാം. മനസ്സിലാവല്ലേ? സാധാരണ ഇപ്പൊ എല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ആ സ്റ്റുഡൻസിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കാൻ ഒരു റിയൽ മാസ്റ്റർ മെന്ററിനെ കഴിയുള്ളൂ.
റിയൽ മാസ്റ്റർ മെന്റർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അഥവാ ട്യൂട്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ളത്. അപ്പൊ ഞാൻ നമ്മുടെ ഡ്രിൽസിലേക്ക് പോണേക്ക് മുമ്പ് ഞാൻ ഈ ഒന്നാമത്തെ സ്റ്റേജിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചിട്ട് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. എന്താണ് സ്റ്റേജ് 1? 3 സ്റ്റേജ് ഞാൻ പറഞ്ഞു, അതിൽ 3 ലെവൽസ് പറഞ്ഞു. 3 ലെവൽസ് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ലെവലാണ് ലോക്കൽ ടു ബ്രോക്കൺ ഇംഗ്ലീഷ്. ഈ ലെവലിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. രണ്ടാമത് വേണ്ടത് ഗ്രാമർ അല്ല, നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ആണ് ചെയ്യിപ്പിക്കേണ്ടത്. ചില ആളുകൾ ഗ്രാമർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അഥവാ പ്രാന്താക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം നമ്മൾ സ്കൂളും കോളേജിലും ഗ്രാമർ കേട്ട് പ്രാന്തായവരാണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, വെറും 1% ഗ്രാമർ മാത്രമേ നമുക്ക് വേണ്ടൂ. 99% പ്രാക്ടീസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്പർ 3, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവിലേക്കാണ്. എല്ലാവരെയും നമ്മുടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപാരമായ കഴിവുകളുമായിട്ടാണ്. ആ കഴിവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ വീക്ക്നെസ്സസിലേക്ക് ഫോക്കസ് ചെയ്യരുത്. നമ്പർ 4, നിങ്ങളുടെ ലിസണിങ് പവർ ഇംപ്രൂവ് ചെയ്യേണ്ടത് ഈ സ്റ്റേജിലാണ്. ലിസണിങ്. നമ്പർ 5, നിങ്ങളുടെ മെമ്മറി പവർ കൂടി ഇംപ്രൂവ് ചെയ്താലേ നിങ്ങൾക്ക് വൊക്കാബുലറി വേർഡ്സ് കൃത്യസമയത്ത് നാവിൻ തുമ്പിലേക്ക് ഒഴുകുകയുള്ളൂ. മെമ്മറി പവർ. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ അഥവാ സൂപ്പർ മെമ്മറി പവർ, ഞാൻ മെമ്മറി കോച്ചാണ്, സൂപ്പർ മെമ്മറി പവർ പോലും ഈ സ്റ്റേജിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട്. നമ്പർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, മാസ്റ്റർ മെന്റേഴ്സ്. നിങ്ങൾ ട്യൂട്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ അഥവാ LSRW ഉള്ളവരാണോ എന്ന് ശ്രദ്ധിക്കണം. ലിസണിങ് സ്കിൽ ഉള്ളവരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നവർ? സ്പീക്കിംഗ് സ്കിൽ ഉണ്ടോ? ഇനി റീഡിംഗ് സ്കിൽ ഉണ്ടോ? റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടോ? ഇനി സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ അവർ ആക്സെന്റഡ് സ്പീച്ച് അഥവാ പ്രൊനൗൺസിയേഷൻ അഥവാ സ്റ്റൈലിഷ് പ്രൊനൗൺസിയേഷനോട് കൂടി അവർക്ക് ആക്സെന്റഡ് സ്പീച്ച് ചെയ്യാൻ കഴിയുന്നവരാണോ? ഇതൊക്കെ ആയാൽ ഉള്ളവരെ മാത്രമേ മാസ്റ്റർ മെന്റർ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. മാസ്റ്റർ മെന്റർ. അപ്പൊ എന്താണ് ഈ പ്രത്യേകതകൾ? അഥവാ ഞാൻ ഈ പറഞ്ഞ ഈ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വാ. മൈ ഫ്രണ്ട്സ്, ചാറ്റ് ബോക്സിലേക്ക് വാ. ക്ലിയർ ആണെങ്കിൽ സി അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിലും നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ആവശ്യമെന്ന് നിങ്ങൾ വരില്ല. കാരണം എല്ലാം അഥവാ സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയതുകൊണ്ട്. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ലെവലിൽ നമ്മൾ 6 കാര്യങ്ങളാണ് നിങ്ങളെ കൊണ്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. അതും നിങ്ങൾ മനസ്സിലായി. ഇനി നോക്കേ, ഇതാരാണ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലെ? പേര് അടിയിൽ എഴുതിയിട്ടുണ്ട്. ആരാണിത്? റൊണാൾഡോ എൻ മെസ്സി അല്ലെ? റൊണാൾഡോ എൻ മെസ്സി. ഈ റൊണാൾഡോ എൻ മെസ്സി അഥവാ 0 കോൺഫിഡൻസിൽ നിന്നും 99% ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്ന കളിക്കാരാണ്, ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ് അവർ. എന്താണ്? നിങ്ങൾക്കറിയാം, ഇവർ രണ്ടുപേരും കളിക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കണേ, ഇവർ രണ്ടുപേരും കളിക്കുന്ന സമയത്ത് ഇവർക്ക് ചുറ്റും ബോൾ ഒന്ന് നീക്കുവാൻ പോലും കഴിയാതെ ഡിഫൻസ് സൃഷ്ടിക്കുകയാണ്. ഇപ്പൊ മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും അവർക്ക് ചുറ്റും ആളുകളാണ്. ഇങ്ങനെ ആളുകളെ തട്ടിയിട്ട് അവർക്ക് ഈ ബോളുമായിട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷേ അവരുടെ ഫോക്കസ് മുഴുവൻ ആ ബോളിലാണ്, ആ ഗോളിലാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ കയ്യിൽ അഥവാ ഇവരുടെ കാലിൽ അഥവാ ഒരു ബോൾ കിട്ടിയാൽ, ആ ഫുട്ബോൾ കിട്ടിയാൽ ഇവർ പിന്നെ ഗോൾ അടിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. ഇതാണ് ഫോക്കസ് ഓൺ ഗോൾ. ഇതാണ് ഫോക്കസ് ഓൺ ഗോൾ. നിങ്ങളുടെ ലക്ഷ്യം ഫ്ലുവൻസി ആണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു അച്ചീവ് ഫ്ലുവൻസി, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഫ്ലുവൻസി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഫ്ലുവൻസിയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫ്ലുവൻസി അച്ചീവ് ചെയ്തേ മതിയാകൂ. ഫ്ലുവൻസി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. യു ക്യാൻ. ഏതുപോലെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും കൈ അഥവാ കാലുകളിൽ ഒരു ഫുട്ബോൾ കിട്ടിയതുപോലെ ആ ഒരു മാജിക് അവിടെ സംഭവിക്കുകയാണ്. എന്താ മാജിക്? കാരണം എല്ലാവരും ഇവരെ ഇങ്ങനെ ഡിഫൻസിലേക്ക് നയിക്കുന്നു. പക്ഷേ ഇവർ അതിനെ തരണം ചെയ്തുകൊണ്ട്, അതിനെ ഭേദിച്ചുകൊണ്ട് അവർ നേരെ അവരുടെ കാലുകളിലേക്കോ മുഖത്തോ ഒന്നും നോക്കാതെ അവർ എന്തിലേക്കാണ്? റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഒക്കെ ഇന്റർവ്യൂ കേട്ടാൽ നിങ്ങൾക്കറിയാം. ഐ നെവർ ഫോക്കസ് ഓൺ ദ പീപ്പിൾ, ഐ ഫോക്കസ് ഓൺ മൈ ഫുട്ബോൾ. എന്താ അവർ പറഞ്ഞത്? ഞാൻ ആളുകളിലേക്ക് ശ്രദ്ധിക്കാറില്ല. എന്താ ഞാൻ ശ്രദ്ധിക്കുക? ഐ ഫോക്കസ് ഓൺ ഫുട്ബോൾ. എങ്ങനെ ആ ഫുട്ബോളിനെ ഗോളാക്കാം എന്നാണ് എന്റെ മുഴുവനും ഫോക്കസും. അതാണെന്നാണ് രണ്ടുപേരുടെയും ഇന്റർവ്യൂസ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.
മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കൃത്യമായൊരു ബ്ലൂ പ്രിന്റുമായി എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഒരു കൃത്യമായൊരു ബ്ലൂ പ്രിന്റുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഐ എം ക്വൈറ്റ് ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്, അബ്സല്യൂട്ട്ലി ഷുവർ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഷുവർ ദാറ്റ് യു ക്യാൻ അച്ചീവ് ഫ്ലുവൻസി വിതിൻ ഡേയ്സ്. നിങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ യു ക്യാൻ അക്കംപ്ലിഷ് ഫ്ലുവൻസി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാൻ കഴിയും. ഇനി ചില മാസ്റ്റർ മൈൻഡഡ് പേഴ്സൺസ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, ഈ വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഒന്ന് ചാറ്റ് ബോക്സിൽ വരോ? ഈ കുട്ടിയെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കുട്ടിയെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വരുമോ? ഈ കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കുട്ടിയെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്രിക്കറ്റുമായി ഒരു ക്ലൂ തരാമെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റുമായി ബന്ധമുള്ള ഒരു കുട്ടിയാണ് ഇത്. ക്രിക്കറ്റുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു കുട്ടിയാണ്. ആരും ചാറ്റ് ബോക്സിലേക്ക് വന്നില്ല, ആർക്കും അറിയില്ല. ചാറ്റ് ബോക്സിലേക്ക് പ്ലീസ് കം ടു ചാറ്റ് ബോക്സ് ആൻഡ് പ്ലീസ് ടൈപ്പ് ഇറ്റ് പ്ലീസ്. Who is this cricketer? Who is this boy? Who is this master-minded boy? Okay, no problem, no problem. Yes, ഒരാൾ പറഞ്ഞിട്ടുണ്ട്. Yes, he is none other than വൈഭവ് സൂര്യവംശി. ഈ കുട്ടിയുടെ വയസ്സ് വൈഭവ് സൂര്യവംശി. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ഇവിടെ ഞാൻ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല, ഞാൻ പെട്ടെന്ന് പറയാം. അവൻ 25 വയസ്സിൽ, ഇപ്പോ 25-30 വയസ്സിൽ ധോണിയും അല്ലെങ്കിൽ നമ്മളുടെ അഥവാ മുൻ ക്രിക്കറ്റേഴ്സും അല്ലെങ്കിൽ വിരാട് കോഹ്ലി, റോബിൻ ശർമ്മ പോലുള്ളവർ അച്ചീവ് ചെയ്ത, അവരുടെ 25 വയസ്സിലും 30 വയസ്സിലും അച്ചീവ് ചെയ്തത് തന്റെ 15-ാമത്തെ വയസ്സിൽ അച്ചീവ് ചെയ്ത കുട്ടിയുടെ പേരാണ് വൈഭവ് സൂര്യവംശി. 15-ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത്. അവനിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അഥവാ കെനിയക്കെതിരെയുള്ള മത്സരങ്ങളിൽ ഇപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ IPL ഏറ്റവും ടോപ്പ് സ്കോറർ ആയിരുന്നു ഈ 15 വയസ്സുകാരൻ. എന്താ പ്രത്യേകത? ലോകത്തിലെ ഏത് ഫാസ്റ്റ് ബൗളേഴ്സ് ആണെങ്കിലും അവനൊരു ചുക്കുമില്ല. അവൻ ബോൾസ് മിക്കതും 4ഉം 6ഉം. അവന്റെ ഏറ്റവും ഇഷ്ടം 6 അടിക്കാനാണ്. അങ്ങനെ ഈ കഴിഞ്ഞ IPL മാൻ ഓഫ് ദ സീരീസ് വാങ്ങിച്ച അവൻ ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വന്നു. സച്ചിൻ 16 വയസ്സിലാണ് കടന്നു വന്നതെങ്കിൽ വൈഭവ് സൂര്യവംശി 15-ാമത്തെ വയസ്സിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇവന്റെ പേരാണ്. അവൻ എന്തിലാണ് ഫോക്കസ് ചെയ്തത്? ഹി ഫോക്കസ്ഡ് ഓൺ ഹിസ് സ്ട്രെങ്ത്സ്. വൈഭവ് സൂര്യവംശി അവന്റെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്തു, അതിൽ മാസ്റ്ററായി. അവന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവന് കിട്ടിയിരിക്കുന്ന ഒരു ഓഫറും കൂടി കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് മുംബൈ ഇന്ത്യൻസ്, നമുക്കറിയാം ഇന്ത്യയിലെ ധനാഢ്യനായ നിത അംബാനി, അതായത് അംബാനിയുടെ ഭാര്യ നിത അംബാനി, അവൻ ഓഫർ ചെയ്തിരിക്കുന്നത്, അതായത് അടുത്ത IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ 55 കോടി ക്യാഷ് ആയിട്ടും, പിന്നീട് മുംബൈയിലെ ഏറ്റവും വലിയ ഒരു ലക്ഷറി ഫ്ലാറ്റ്, പിന്നെ ദുബായിൽ വേറൊരു ഫ്ലാറ്റ്, ഇത്രയും സാധനങ്ങൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 90 കോടി രൂപ ഇവന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുകയാണ് നിത അംബാനി ഈ 15 വയസ്സുകാരന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതാണ് മാസ്റ്റർ മൈൻഡഡ് പേഴ്സണാലിറ്റി. നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ, ഇഫ് യു ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്, യു ക്യാൻ ബി എ ഫ്ലുവന്റ് പേഴ്സണാലിറ്റി, മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലുവന്റ് പേഴ്സണാലിറ്റി ആകാൻ കഴിയും. ഇതാണ് അതിന്റെ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന സൊല്യൂഷൻ എന്താണ് മൈ ഡിയർ ഫ്രണ്ട്സ്? അഥവാ ഒറ്റവാചകത്തിലുള്ള സൊല്യൂഷൻ എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ അഥവാ ഫ്ലുവന്റ് ആകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഇഫ് യു ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ ടു സക്കീർ ഹുസൈൻ, ഞാൻ എന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ വൺ ലൈൻ സൊല്യൂഷൻ? നിങ്ങൾക്ക് ഫ്ലുവന്റ് ആകാനുള്ള വൺ ലൈൻ സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചാലും. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക, മൈൻഡ് സെറ്റ് മാറ്റുക. ട്രാൻസ്ഫോം യുവർ ഫ്ലുവൻസി. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫ്ലുവന്റ് ആയിട്ട് മാറും. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ഭാഗം ഇവിടെ ജസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ്, നമ്മൾ ഡ്രിൽസിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളോട് പറയാണ്, എന്താണ് ഈ വെബിനാർ നിങ്ങൾക്ക് നൽകുന്ന സൊല്യൂഷൻ എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റിലാണ് പ്രശ്നം.
ഫ്ലുവന്റ് ആകാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതോ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതോ ഒന്നുമല്ല. നിങ്ങൾക്കിടെ പ്രശ്നം, യു ആർ ദ പ്രോബ്ലം ലൈയിങ് ഇൻ യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ് പ്രശ്നം. ആൻഡ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ട്രാൻസ്ഫോം യുവർ ഫ്ലുവൻസി. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഇനി ഒരു വ്യക്തിയും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഈ വ്യക്തിയെ ആരെങ്കിലും പരിചയമുണ്ടോ? ഈ വ്യക്തിയെ, ഈ മഹാനായ ഈ വ്യക്തിയെ ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വരൂ പ്ലീസ്. ഈ വ്യക്തിയെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വ്യക്തിയുടെ പേരാണ് നോം ചോംസ്കി ഓഫ് അമേരിക്ക. അമേരിക്കൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ലിംഗ്വിസ്റ്റിക് പ്രൊഫസറാണ് അദ്ദേഹം, നോം ചോംസ്കിയൻ ഒരു ഇംഗ്ലീഷ് തന്നെയുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നോം ചോംസ്കി ഫ്രം സിൻടാക്സ് ടു പ്രാഗ്മാറ്റിക്സ്. അദ്ദേഹം പറയാണ്, നമ്മളിങ്ങനെ കുറെ വേർഡ്സും ഫ്രേസും ഇതൊക്കെ പഠിച്ച് ഇങ്ങനെ കാണാതെ പഠിക്കുന്നേക്കാളും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യൂ. പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, ലിസൺ ചെയ്യൂ. പ്രാക്ടീസ് ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നോം ചോംസ്കിയൻ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അസസ് ചെയ്യാറുണ്ട്. വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, വലിയ പ്രൊഫഷണൽസ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ അറിയാത്തതല്ല, എന്താണ് പ്രാക്ടീസ് ചെയ്യാനുള്ള മടി, തെറ്റുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് നിങ്ങൾ നോം ചോംസ്കിയൻ വാക്ക്, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോം ചോംസ്കിയൻ അഥവാ ബ്രെയിൻ ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നു, നാം ജനിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും തലച്ചോറിൽ ഒരു ടോക്കിംഗ് മെഷീൻ അഥവാ ചാറ്റർ ബോക്സ് ഉണ്ട് അത്രേ. നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഒരു ചാറ്റർ ബോക്സ് ദൈവം വെച്ച് തന്നിട്ടുണ്ട്. ആ ചാറ്റർ ബോക്സിനെ കൃത്യമായി പരിശീലിച്ചാൽ ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും വളരെ പെട്ടെന്ന് ഫ്ലുവന്റ് ആകാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മഹാന്റെ പേരാണ് നോം ചോംസ്കി. NOAMCHOMSKY. നോം ചോംസ്കി മഹാനായ ലിംഗ്വിസ്റ്റിക് പ്രൊഫസറാണ് അദ്ദേഹം. ഭാഷാശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമ്മളോട് ഇത് പറഞ്ഞത്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അഥവാ ഒരു ഡ്രില്ലിലേക്ക് പോകാം. അഥവാ നമ്മുടെ സെഷൻ അവസാനിക്കാൻ ഇനി നമുക്ക് ഒരു 5 മിനിറ്റേ ബാക്കിയുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഡ്രില്ലിലേക്ക് പോകാം. അതിനുശേഷമുള്ള ഒരു 5 മിനിറ്റ് കൂടി കൂടുതൽ എടുത്തുകൊണ്ട്, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളോട് ഒറ്റ ഡ്രില്ലിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. അതായത് ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ലെവൽ 1, അതായത് ലെവൽ 1-ൽ നിൽക്കുന്ന കുട്ടിയെ 20 വാക്കുകൾ കൊണ്ടാണ് ഞാൻ അവരെ സംസാരിപ്പിക്കാറ്. 20 വാക്കുകൾ കൊണ്ടാണ് ഞാൻ അവരെ ഫ്ലുവന്റ് ആക്കാറ്. ജസ്റ്റ് ബൈ 20 വേർഡ്സ്. അതിലെ നമുക്ക് 6 വാക്കുകൾ ഇന്ന് പരിചയപ്പെടാം. 6 വാക്കുകൾ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ പ്ലീസ്. ഇനി ആണ് എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് നിങ്ങളെ മനസ്സിലേക്ക് വരട്ടെ. നമ്മൾ പറയില്ലേ, ഞാനൊരു ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന വാക്കുകൾ ഏതെല്ലാമാണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെല്ലാം വാക്കുകളാണ് വരുന്നത്? ഞാനൊന്ന് ചാറ്റ് ബോക്സിലേക്ക് നോക്കട്ടെ. ചാറ്റ് ബോക്സിൽ യെസ്, വെരി ഗുഡ്. ഒരു വേർഡ് അല്ല, അഥവാ ആം ഈസ് ആർ. വെരി ഗുഡ്. ജയലക്ഷ്മി മാം എഴുതിയിട്ടുണ്ട്. ആം ഈസ് ആർ. 3 വാക്കുകൾ വരണം. ആണ് എന്ന് പറയുമ്പോൾ 3 വാക്കുകൾ. ആം ഈസ് ആർ. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചല്ലോ, ആണ് ആം ഈസ് ആർ. അങ്ങനെ പഠിക്കേണ്ടത്. അല്ലാണ്ട് മലയാളം ഇങ്ങനെ പറയല്ല, ആം ഈസ് ആർ ആണ്, അങ്ങനെ പഠിക്കരുത്. അത് അശാസ്ത്രീയമാണ്, അൺസയന്റിഫിക് ആണ്. അപ്പൊ ഇനി രണ്ടാമത്തെ വാക്ക് നോക്കിയേ. ആയിരുന്നു എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ആർക്ക് പറയാം? ആയിരുന്നു എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ആർക്ക് പറയാം? ആയിരുന്നു. വാസ് മാത്രമല്ല, വാസ് ആൻഡ് വേർ. മാഡം, വാസ് ആൻഡ് വേർ 2 വാക്കുകളുണ്ട്. യെസ്, ഐ വാസ്, യു വേർ. യെസ്, വേർ. അപ്പൊ ആണ് ആം ഈസ് ആർ, ആയിരുന്നു വാസ് വേർ. ഇനി ആകും എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ആകും. ആർക്ക് പറയാം? ആകും. ഞാൻ ഒരു നല്ല ട്രെയിനർ ആകും, അല്ലെങ്കിൽ ഞാൻ ഒരു യെസ് വിൽ ബി ആകും. യെസ്, വിൽ അല്ല, ആൻസില മാഡം, വിൽ അല്ല, ബിയും കൂടി. യെസ്, വിൽ ബി ആകും.
ഇനി ആകാൻ പറ്റും. ആകാൻ പറ്റും എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ആർക്ക് പറയാം? ആകാൻ പറ്റും. അഥവാ നാം കഠിനാധ്വാനം ചെയ്താൽ, ഞാൻ കഠിനാധ്വാനം ചെയ്താൽ എനിക്ക് നല്ലൊരു ട്രെയിനർ ആകാൻ പറ്റും. ആകാൻ പറ്റും. ആകാൻ പറ്റും. കറക്റ്റ് ഇംഗ്ലീഷ് ആരും പറഞ്ഞില്ല. ഇംഗ്ലീഷ് ക്യാൻ ബി എന്നാണ്. ക്യാൻ ബി. ഇനി ആകണം എന്നുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് ആർക്ക് പറയാം? ആകണം. ഇത്തിരി കൂടി നിർബന്ധമാണ്. ആകണം. എനിക്ക് നല്ല ഒരു ട്രെയിനർ ആകണം, എനിക്ക് ഒരു നല്ല ഒരു പൈലറ്റ് ആകണം, എനിക്ക് നല്ല ഒരു ടീച്ചർ ആകണം. ഷുഡ് ബി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷുഡ് ബി. ഷുഡ് ബി ആകണം. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ച വാക്ക് ഓർമ്മയുണ്ടാവും. എന്താണ്? ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. ഞാൻ ആ ഉത്തരം പറഞ്ഞിരുന്നത്. ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. പക്ഷേ ആയില്ല. ആർക്ക് പറയാം? Who get the right answers? Who knows the right answer, please? And please come to the chat box and give me the right answer, please. I hope you can. I've already given you the right answer. Yeah. Yes, yes, Jayalakshmi, I'm correct. You are. Should have been. Should have been is the right answer. Should have been. Should have been is the right answer. അപ്പൊ നിങ്ങൾ അഥവാ ഇപ്പോൾ തന്നെ 6 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ആൻസേഴ്സ് ഒന്നും കൂടി എഴുതാം. പ്ലീസ് 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 ഗോ ടു ദ റൈറ്റ് ആൻസർ പ്ലീസ്. ആണ് ആമിസാർ. ആണ് ആമിസാർ. ആയിരുന്നു വാസ് വേർ. ആകും വിൽ ബി. ആകാൻ പറ്റും ക്യാൻ ബി. ആകണം ഷുഡ് ബി. ആകേണ്ടതായിരുന്നു പക്ഷെ ആയില്ല ഷുഡ് ഹാവ് ബീൻ. ഷുഡ് ഹാവ് ബീൻ. ഇതാണ് ഇങ്ങനത്തെ. ഇപ്പൊ നമ്മൾ 6 വേർഡ്സ് കഴിഞ്ഞു. ഇങ്ങനത്തെ 20 വേർഡ്സ് ഉണ്ട്. ആ 20 വേർഡ്സിൽ 6 കഴിഞ്ഞു. ബാക്കി 14 വേർഡ്സ് ഉണ്ട്. 14 വേർഡ്സ്. 14 വേർഡ്സ് കൂടി നിങ്ങൾ പഠിച്ച് ഇതേപോലെ ഡ്രിൽ ചെയ്യണം. ഇതേപോലെ എക്സസൈസ് ചെയ്യണം. ഇതേപോലെ എക്സസൈസ്. പ്രാക്ടിക്കൽ ഡ്രിൽ ഒന്ന് പെട്ടെന്ന് പറയാം. അവൻ എന്റെ സഹോദരനാണ്. എങ്ങനെ ആൻസർ പറയാം? അവൻ എന്റെ സഹോദരനാണ്. അവൾ ഇന്നലെ വീട്ടിലായിരുന്നു. അവൻ ഒരു ഡോക്ടറാകും. നന്നായി പഠിച്ചാൽ നീ വിജയിയാകാൻ പറ്റും. നീ നല്ല മനുഷ്യനാകണം. അവൻ നേതാവാകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. ഇൻ ആൻസർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഇതിന്റെ ഡ്രില്ലാണിത് കേട്ടാ. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. മലയാളം ടു ഇംഗ്ലീഷ് ഇങ്ങനെ നോക്കി അപ്പൊ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു പറഞ്ഞു പഠിക്കണം. എഴുതല്ല, പറഞ്ഞു പഠിക്കണം. എന്താണ്? അവൻ എന്റെ സഹോദരനാണ്. വാട്ട്സ് ദ റൈറ്റ് ഇംഗ്ലീഷ്? ഹീസ് മൈ ബ്രദർ. കണ്ടാ? ബ്രദർ. പ്രൊനൗൺസിയേഷൻ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പ്രൊനൗൺസിയേഷൻ ലാസ്റ്റ് സ്റ്റേജിൽ മതി. ഹീസ് മൈ. നമ്മുടെ ആളുകൾ പറയുന്ന ഹി ഈസ് മൈ ബ്രദർ. അങ്ങനെ പറയരുത്. ഹീസ് മൈ ബ്രദർ. കണ്ടാ? ബ്രദർ. ഇനി അവൾ ഇന്നലെ വീട്ടിലായിരുന്നു. ഷി വാസ് അറ്റ് ഹോം യെസ്റ്റർഡേ. കണ്ടാ? ഷി വാസ് അറ്റ് ഹോം യെസ്റ്റർഡേ. ഇനി അവൻ ഒരു ഡോക്ടർ ആകും. ഹി വിൽ ബി എ ഡോക്ടർ. അല്ലെങ്കിൽ ഹി വിൽ ബിക്കം എ ഡോക്ടർ. അവിടെ ബി വന്നാലും ബിക്കം വന്നാലും ഒന്ന് തന്നെയാണ്. ഹി വിൽ ബി എ ഡോക്ടർ. കണ്ടാ? ഇനി നന്നായി പഠിച്ചാൽ നീ വിജയിയാകും. ഇഫ് യു സ്റ്റഡി വെൽ യു ക്യാൻ ബി സക്സസ്ഫുൾ. അവിടെ ബിക്കമോ ബിയോ ആകാം. യു ക്യാൻ ബി സക്സസ്ഫുൾ. ഇനി നീ നല്ല മനുഷ്യനാകണം. യു ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. യു ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. ബിക്കം ബി എല്ലാം ബിയുടെ മറ്റു ഫോംസ് ആണ്. അതുകൊണ്ട് ബിക്കം ആയാലും ബി ആയാലും സെയിം തന്നെ. യു ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. ഇനി അവസാനത്തെ എന്താണ്? അവൻ നേതാവാകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. ഹി ഷുഡ് ഹാവ് ബീൻ എ ലീഡർ. ഹി ഷുഡ് ഹാവ് ബീൻ എ ലീഡർ. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി. അവൻ എന്റെ സഹോദരനാണ്. ഒന്ന് പറയാൻ നോക്കൂ. അവൻ എന്റെ സഹോദരനാണ്. ഒന്ന് സ്വയം പറഞ്ഞു നോക്കൂ. അവൻ എന്റെ സഹോദരനാണ്. ഹീസ് മൈ ബ്രദർ. അവൾ ഇന്നലെ വീട്ടിലായിരുന്നു. ഷി വാസ് അറ്റ് ഹോം യെസ്റ്റർഡേ. അവൻ ഒരു ഡോക്ടർ ആകും. ഹി വിൽ ബി എ ഡോക്ടർ. നന്നായി പഠിച്ചാൽ നീ വിജയിയാകാൻ പറ്റും. ഇഫ് യു സ്റ്റഡി വെൽ യു ക്യാൻ ബി സക്സസ്ഫുൾ. നീ നല്ല മനുഷ്യനാകണം. യു ഷുഡ് ബി എ ഹ്യൂമൻ ബീയിങ്. യു ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. ഇനി നീ നേതാവാകേണ്ടതായിരുന്നു പക്ഷെ ആയില്ല. ഹി ഷുഡ് ഹാവ് ബീൻ എ ലീഡർ. ഇനി ഇതേപോലത്തെ അഥവാ നിങ്ങൾക്ക് വാക്കുകളുണ്ട്. ബാക്കി 14 വേർഡ്സ് ഉണ്ട്. ആ 14 വേർഡ്സുകൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അഥവാ ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് മൈ ഡിയർ ഫ്രണ്ട്സ്. അഥവാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട്സ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സോ എവ്രിവൺ ഈസ് വെൽക്കം. പ്ലീസ് വെൽക്കം. You are welcome always to the platform. You can ask me any doubts, and if possible, you can. നിങ്ങളുടെ സംശയത്തെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്.
ഇനി നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. ഹൗ ഡു ഫീൽ അബൌട്ട് മൈ സെഷൻ? ഇത് ലെവൽ 1 ആയിട്ടുള്ളൂ. ലെവൽ 1 സെഷനെ കുറിച്ച് അഥവാ ലെവൽ 1 ആയിട്ടുള്ളൂ. ഇതേപോലത്തെ നമുക്ക് 3 ലെവൽസ് നമുക്ക് ഇനി പഠിക്കാനുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. ലെവൽ 1 ആയിട്ടുള്ളൂ. ഈ ലെവൽ 1നെ കുറിച്ച് ഈ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ വാട്ട് ഡിഡ് യു ഫീൽ? ഫിദ ഫിറോസ് മാഡം പറയുന്നു. ഫൈഹ, ഐ എം സോറി വൺസ് അഗൈൻ. ഫൈഹ, വെരി ഗുഡ്. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കാണ് ഈ സെഷനെ കുറിച്ച് അഭിപ്രായം? നിങ്ങൾക്ക് നേരിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ സെഷൻ. സജിത മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഇറ്റ്സ് വെരി യൂസ്ഫുൾ സെഷൻ. It's useful session. Yes. ഇനി ആർക്കാണ് ഈ സെഷനെ കുറിച്ച് അഭിപ്രായം പറയാൻ? ഐ ഫീൽ ഗുഡ്. താങ്ക് യു സർ. അൻസില ഷഫീഖ്, താങ്ക് യു വെരി മച്ച് മാം. നമ്മൾ വരുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെ ലെവലിലാണ് നിങ്ങൾക്ക് ഫ്ലുവൻസി. ഇറ്റ് വാസ് എ വെരി ഗുഡ് ആൻഡ് യൂസ്ഫുൾ ക്ലാസ്. താങ്ക് യു വെരി മച്ച് സർ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെവലിലാണ് നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് പഠിക്കേണ്ടത് വെറും 20 വാക്കുകളാണ്. ആ 20 വാക്കുകളിൽ നിങ്ങളെ 6 വേർഡ്സ് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി 14 വേർഡ്സ് നമുക്ക് അടുത്ത സെഷൻ, അടുത്ത വെബിനാറിൽ നമുക്ക് പഠിക്കാം. ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് യൂസ്ഫുൾ. സോ ഇനി ആർക്കാണ് ഫീഡ്ബാക്കുമായി വരാൻ ഇഷ്ടമുള്ളത്? പ്ലീസ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ more information for this class, I mean this course. Thank you. Thank you, sir. It's a useful class. Thank you. Thank you very much. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അഥവാ വെബിനാർസ് വേണമെങ്കിൽ അഥവാ നമ്മുടെ വിംപിളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്റെ ആക്സന്റ് ക്ലബിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലുമുണ്ട്. എന്റെ ആക്സന്റ് ക്ലബിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എന്റെ ആക്സന്റ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആക്സന്റ് ക്ലബിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന ചെറിയ ചെറിയ വർക്കുകൾ അതിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാതെ തന്നെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, എന്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പായ ആക്സന്റ് ക്ലബിൽ ജോയിൻ ചെയ്യുവാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി നിങ്ങൾക്ക് സംശയമൊന്നുമില്ല എന്നുള്ള ഉറപ്പിലും ഞാൻ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, I do appreciate you each and everyone. I congratulate each and everyone. And thank you very much for attending this session. Thank you very much. See you next time. Thank you. Good night, my dear friends. Thank you. Good night. Thank you, sir. Thank you. Thank you very much. Thank you very much.